അത് അവിടെ വെച്ച് ശിവൻ എനിക്ക് തന്നതെന്ന് വേണം പറയാൻ. പിന്നെ ഇറങ്ങി വന്നപ്പോഴും അദ്ദേഹത്തെ കാണാൻ പറ്റി, പാർവതിയും കാണാൻ പറ്റി. അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് കൽപ്പിക്കുന്നില്ല, ഇതൊക്കെ എൻറ്റൈറ്റീസാണ്. ആ പൂ വിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി. അതേ പോയി കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചു. അവിടെ കിടന്ന് 2 മണിക്കൂർ സമാധിയിൽ. ഒരു സാധന പൂർണ്ണമാകാൻ ദേവതയും അതേപോലെ തന്നെ ധ്യാനവും ആവശ്യം. ദേവത ഒരു പ്രശ്നക്കാരനാണ്. ഒരു ദേവതയെ ആചരിച്ചെടുത്താൽ പിന്നീട് നമ്മൾക്ക് ബോധമൊക്കെ വന്നിട്ട് ഈ ദേവത ദുരിതമാണെന്ന് തിരിച്ചറിഞ്ഞ കാലം ഉണ്ടാകും. ഈ ദേവതാസ്മരണത്തിലൊരു വലിയ പ്രശ്നമാണ്. ഈ ദേവതകളൊന്നും സത്യമല്ലെന്ന് ഓർക്കണം. നമ്മുടെ മനസ്സുണ്ടാക്കാൻ പോവുകയാണ് ഓരോ ദേവതകൾ. അത് മൾട്ടിപ്പിളായിട്ട് ഉണ്ടാക്കിയാൽ ഒന്നിലും കയറി പറ്റിപ്പിടിക്കത്തില്ല. അപ്പം ശരിക്കുള്ള സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കുള്ള സാധന എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ തെറ്റുകൂടാത്ത സാധന, ഒരു ഏറ്റവും സാത്വികമായ സാധന ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സാധനയാണ്. നിർവികൽപ്പ സമാധി ആയപ്പോഴാണ് ദൈവം ഉണ്ടെന്ന് കാണുന്നത്. അത് ദൈവം ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ അമ്പലത്തിലിരിക്കുന്ന ദൈവമൊന്നും അല്ലത്. അത് നമ്മുടെ എല്ലാ എനർജിയും നാം മുമ്പേ പറഞ്ഞില്ലേ, മെഴുകുതിരി എല്ലാം അവസാനം കത്തിയിട്ട് എല്ലാ മെഴുകുതിരിയുടെ ഒന്നിച്ച് ചേർന്നിട്ട് പോകുന്ന എത്തിപ്പറ്റുന്ന ഒരു എനർജിയുടെ ഒരു ഒറിജിൻ യഥോവാ ഇമാനി ഭൂതാനി ജായന്ത ഏന ജാതാനി ജീവന്തി, എവിടെ നിന്നാണോ നമ്മളെല്ലാം ഉത്പാദിപ്പിക്കപ്പെട്ടത് അവിടേക്ക് തന്നെ അന്ത്യത്തിൽ നമ്മൾ എത്തും എന്ന് പറയുന്ന ആ മഹാ എനർജി, ആ ദൈവത്തിൻ്റെ എനർജിയെ നേരിട്ട് കാണാനും അതിൽ തന്നെ ചേരാനും അതിൽ നിന്നും വീണ്ടും ഇറങ്ങി വരാനും എനിക്ക് സാധിച്ചപ്പോഴാണ് ദൈവമേ ഞാൻ ഈ ആവശ്യമില്ലാതെ പഠിച്ചത് മുഴുവൻ പാരയായി പോയല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പിന്നെ വിട്ടു. പിന്നെ അന്വേഷണം എനിക്കില്ല, കാരണം പിന്നെ അന്വേഷണം എനിക്കില്ല. ഞാൻ കാണേണ്ടതെല്ലാം കണ്ടു, ഇനി എന്തോ അന്വേഷിക്കാൻ എനിക്ക്. അതുകൊണ്ട് അന്വേഷണമില്ല. പിന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് കുറേ സാധനക്രമങ്ങൾ. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, എവിടെയെങ്കിലും പോയാൽ എനിക്കതിനകത്ത് വലിയ വിശ്വാസം, ഞാൻ മറ്റൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സാധനങ്ങൾ നിലനിർത്തുന്നുണ്ടോ? ഉണ്ട്. എന്ത് തരത്തിലുള്ള സാധനയാണത്? ഞാൻ ചെയ്യുന്നത് ശുദ്ധീകരിക്കാം, ആവുന്നത്ര ശുദ്ധീകരിക്കുക, മരിക്കുന്നതുവരെ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുക. പ്രാണമയ കോശത്തെയും മനോമയ കോശത്തെയും വിജ്ഞാനമയ കോശത്തെയും ശുദ്ധീകരിക്കാനുള്ള, ഇപ്പോൾ മുമ്പേ പറഞ്ഞ ഏത്തിസം ഞാൻ ഒഴിവാക്കിയിരുന്നു. അത് വിജ്ഞാനമയ കോശത്തെ കേടുവരുത്തുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ളതങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ തലയിൽ കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാണമയ കോശം, പ്രാണായാമാദി കാര്യങ്ങൾ ചെയ്യുക. വിജ്ഞാനമയ കോശത്തിന് വേണ്ടി കൂടുതൽ വിജ്ഞാനം ആർജിക്കുക. ഇത് ശരീരം ഉണ്ടായി, ഞാൻ ആരാന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കേണ്ട കാര്യമില്ല, ഞാൻ അവിടുന്ന് ഉണ്ടായതാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതുമാണ്. പിന്നെ അതിനെപ്പറ്റി എനിക്ക് സ്വയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഓരോ വിധത്തിലും എനിക്ക് എൻ്റെ ഈ പഞ്ചകോശങ്ങളെ ക്ലീൻ ചെയ്യാൻ, ഇനി നമ്മൾ ഈ പഞ്ചകോശം കൊണ്ട് തീരുന്നില്ല കാര്യം. പഞ്ചകോശത്തിൽ കൂടുതൽ കോശങ്ങൾ നമുക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവം. അത് എണ്ണാൻ സാധിക്കുന്നതല്ല, എത്രയോ കൂടുതലുണ്ട് കോശങ്ങൾ. 5 കോശം എന്ന് പഴയ ഏതിലായത് എഴുതിയിരിക്കുന്നത്, ഒരു ഉപനിഷത്തിലാണിത് പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തിൻ്റെ പേര് മറന്നുപോയി, മന്ത്രവും അറിയാമായിരുന്നു, മറന്നുപോയി. അത് അത്രയല്ല, അതുകൊണ്ട് തീരത്തില്ല. ഇതിന് സബ് ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സബ് ഡിവിഷൻസ് ഉള്ളത് കൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് തിരിച്ചു പറയാൻ വയ്യാത്തത്. മരിച്ചു കഴിഞ്ഞാൽ ഈ സബ് ഡിവിഷനിൽ വെച്ചാണ് ചിലപ്പോൾ അടന്നു പോകുന്നത്. ഞാനിപ്പോൾ പ്രാണക്രിയ ചെയ്യുന്നു. പ്രാണക്രിയ ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ സബ് ഡിവിഷനിൽ ഏതെങ്കിലും ഭാഗത്ത് മാത്രമേ എനിക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അവിടം വെച്ച് അടന്ന് ഇങ്ങോട്ടും മാറി ഈ ശരീരത്തോട് മാറി ബാക്കി മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ 5 കോശം എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്താൻ പറ്റില്ല. കുറേ കോശങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. കുറേ കോശങ്ങൾ നമുക്കുണ്ട്. അത് ഓരോന്നും ഇതാണ്, അതിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ്. ഞാൻ ക്രിയകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ഒരു മൂഢാത്മാവാണ്, അല്ലെങ്കിൽ ഇത് കേട്ടാൽ അലർജി ഉണ്ടാകുന്ന ഒരാളാണ്. എനിക്ക് ഈ പറഞ്ഞ പഞ്ചകോശമൊന്നും കാണില്ല, പലതും റെസസീവായിട്ട് അങ്ങ് പോകും. പിന്നെ പ്രാണശുദ്ധി ഇല്ലാതെ, അതൊക്കെ പ്രാണൻ നാമമാത്രമായിട്ടുള്ള പ്രാണകോശമേ ഉള്ളൂ. പ്രാണൻ എന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൽ കൂടെ പോകുന്ന ശ്വാസമല്ല, ഒരു എനർജിയാണ്. ഇത് പുറത്തേക്ക് പോകുമ്പോൾ അകത്തേക്ക് കയറുന്ന ഒരു എനർജിയാണ്. ഇത് നമ്മൾ കുറേ പ്രാവശ്യം അതാ സാധനയുടെ ആവശ്യം അതാണ്. കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ എനർജിയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ എനർജിയാണ് നമുക്ക് ആവശ്യമുള്ള എനർജി എന്ന് മനസ്സിലാവും. ഈ എനർജിയാണ് നമ്മുടെ പ്രാണമയ കോശത്തെ ശുദ്ധീകരിക്കുന്നതെന്ന് മനസ്സിലാവും.
അപ്പോൾ ഒരുപാട് നേരം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോക്ഷത്തിലെത്തിക്കൂടെ? ഇല്ല, അത് അങ്ങനെ മോക്ഷമല്ല. ആ ഒരു കോശം ശുദ്ധിയായി മറ്റു കോശങ്ങളെ നശിപ്പിക്കുകയുള്ളൂ. എല്ലാം സമ്യക്കായിട്ട്. ഇപ്പോൾ ബുദ്ധൻ പറയുന്നത് എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു. ബുദ്ധൻ പറയുന്നത് മധ്യമമായിട്ടുള്ള സാധനകളാണ്, മധ്യമം ആയിട്ടുള്ളതാണ് ഏറ്റവും നല്ലതെന്നാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. നമ്മുടെ ഓരോ കോശത്തിനും അനുയോജ്യമായിട്ടുള്ള മന്ത്ര, തന്ത്ര, പ്രാണായാമാദി കാര്യങ്ങൾ അത് ഏത് നിലയിലാണ് നിൽക്കുന്നത് നമുക്ക് നമുക്ക് സ്വയം സെൻസ് ചെയ്യാൻ പറ്റും. അതിനാവശ്യമുള്ളത് മാത്രമേ അതിന് കൊടുക്കാവൂ. അതിന് കൂടുതൽ കൊടുത്താൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അന്നമയ കോശം നമുക്കറിയാം, നമ്മുടെ ശരീരമാണ് ഇത്, ടിഷ്യൂസ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിന് നല്ല ആഹാരങ്ങൾ, നല്ല പ്രോട്ടീനും വെജ് പ്രോട്ടീനും നോൺ വെജ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ കൊടുത്താൽ ഇത് നല്ലപോലെ ചീർക്കും എന്ന് പറഞ്ഞിട്ട് ചില തടിയന്മാർ വാരി തിന്നുന്ന പോലെ തിന്നാൽ അധികകാലം ജീവിച്ചിരിക്കാൻ പറ്റില്ല. മറ്റ് കോശങ്ങളെയൊക്കെ അത് നശിപ്പിച്ച് കളയും. ഉടനെ ശ്വാസം മുട്ടലായി, പ്രാണൻ്റെ ഗതിക്ക് വ്യത്യാസം വന്നു, എല്ലാത്തിനും പ്രശ്നമായി. അപ്പോൾ ഒരു കോശത്തെ മാത്രം ഡെവലപ്പ് ചെയ്ത് എടുത്തുകൂടാ. എല്ലാ കോശത്തിനും സമാനമായി ഉയർച്ച കിട്ടുന്നത് കർമ്മങ്ങൾ മാത്രമേ ചെയ്യാവൂ. അത് ഒരു ദേവനെ വേണമെങ്കിലും നമുക്ക്, ദേവനൊന്നും ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്നില്ല. ശരിക്കുള്ള സാധനയ്ക്കകത്ത് ദേവനൊന്നും വലിയ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പം ശരിക്കുള്ള സാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കുള്ള സാധന എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ തെറ്റുകൂടാത്ത സാധന, ഒരു ഏറ്റവും സാത്വികമായ സാധന ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സാധനയാണ്. അവർ സന്ധ്യാവന്ദനാദികൾ ചെയ്യുന്നത്, അത് ഞാൻ നോക്കിയിടത്തോളം അത് കുറേയൊക്കെ കൃത്യമാണ്. പ്രാണനെയും മനസ്സിനെയും വിജ്ഞാനത്തെയും ആനന്ദത്തെയും ഒക്കെ ക്രമീകരിക്കാൻ വേണ്ട സാധനാക്രമങ്ങളാണ് ചെയ്യുന്നത്. അത്രത്തോളം മറ്റേ ഇല്ല. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ കുറേ രാമനാമം ജപിച്ചു, ശിവൻ്റെ നാമങ്ങൾ കുറേ ജപിച്ചു. അപ്പോൾ ഈ രാമനാമം ജപിക്കുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു ബോഡിയല്ല ശിവനാമം ജപിച്ചപ്പോൾ ആക്ടിവേറ്റ് ചെയ്തത്. ആ ബോഡിയല്ല ദേവീനാമം ജപിച്ചപ്പോൾ ആക്ടിവേറ്റ് ചെയ്തത്. ഇതിനൊരു കണക്കുമില്ല, ഒരു 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 കോഴ്സുമില്ല, ഒരു ഡോസുമില്ല എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് ഇതിനകത്തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സുസ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇത് ക്രമമില്ലാത്ത ചെയ്തുകൊണ്ട് അതിന് ആ ആത്മാവിന് ദുസ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ അല്ല ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പം എല്ലാവരും ഇങ്ങോട്ടാണ് ചൂണ്ടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചൂണ്ടിയെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ അപചാരിതമായിട്ട് ചൂണ്ടിയാൽ ഇങ്ങോട്ടാണ് ചൂണ്ടുന്നത്. പക്ഷേ അത് ശരിക്കും ഇരിക്കുന്നത് ഈ മൂക്കിൻ്റെ മേളിൽ തൊട്ട് മുതൽ ഈ തലവരെയാണ്. ഈ ഇത്രയും ഭാഗത്ത് ഇത്രയും ഈ നമ്മുടെ തിരുപ്പതിയിലെ നാമം എന്ന് പറയുന്ന ഒരു സാധനം ഈ മറ പോലെ ഇട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി. അത് തന്നെയാണോ അവർ ചെയ്തിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി. പക്ഷേ അത് ഒരു ഒരു താമരമുട്ടിൻ്റെ ആകൃതിയിലാണ് അത് ഇരിക്കുന്നത്, അല്ല റൗണ്ടല്ല. അപ്പോൾ അത് എത്രത്തോളം സഹിക്കുന്നു എന്ന് നമുക്കറിയില്ല. എന്തായാലും അത് ഈ എല്ലാ കോശങ്ങളെയും സമ്യക്കായ രൂപത്തിൽ, ഉയരുന്ന രൂപത്തിൽ വേണം നമ്മൾ സാധന ക്രമീകരിക്കാൻ. അവിടെയൊക്കെയാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത്. നമ്മുടെ ഇപ്പം എൻ്റെ സാധന ഏതാണെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ സാധന ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാധന എടുക്കുക, ശിവനാമം ചൊല്ലുക. ഉദാഹരണം, ഇപ്പോൾ ഉത്തരേന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ ശിവനാണ് പ്രധാനം. ശിവനാമം നമ്മൾ സാധാരണ നമഃശിവായ, ഓം നമഃശിവായ ചൊല്ലുക. കുറേ കഴിയുമ്പോൾ ഇത് ശിവൻ്റെ ആളല്ലെങ്കിൽ ഇയാൾക്ക് ഇതിനോട് അവേർഷൻ ഉണ്ടാകും, നിർത്തണമെന്ന് തോന്നും. നിർത്തിയിട്ട് ആരെങ്കിലും അപ്പോൾ അപചാരിതമായി ഒരാൾ പറയും ഇത് ഇന്ന ദേവിയുടെ ആണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആകും, കുറേ കൂടെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിലെ പോവും. ചുരുക്കം പറഞ്ഞ് ഇങ്ങനെ തത്തിക്കളിച്ച് കുറേ വർഷങ്ങൾ അങ്ങ് പോകും. പോയി കഴിഞ്ഞ് ചിലപ്പോൾ ഇയാളുടെ ആപ്റ്റായിട്ടുള്ള ദേവതയെ കിട്ടിയെന്ന് വരാം. ഈ ദേവതാ വിഷയത്തിലാണ് സാധന ഇതല്ല. യഥാർത്ഥ സാധന ഈ ദേവതാ വിഷയത്തിൽ വരുന്നില്ല, ആത്മവിഷയത്തിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് ദേവതാ വിഷയത്തിലാണ്. ആത്മവിഷയത്തിലാണെങ്കിൽ ആത്മവിഷയത്തിലുള്ള സാധന ചെയ്യുക. ആത്മവിഷയത്തിലുള്ള സാധന എന്ന് വെച്ചാൽ പ്രാണായാമം, ധ്യാനം. അതിനകത്ത് മന്ത്രങ്ങളുടെ കാര്യമായ പ്രസക്തിയില്ല. ആത്മവിഷയത്തിൽ അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. പ്രാണായാമം, ധ്യാനവും അത് സമ്യക്കായിട്ട് ചെയ്യുക. ഒരു സാധന പൂർണ്ണമാകാൻ
ദേവതയും അതേപോലെ തന്നെ ധ്യാനവും ആവശ്യം. ദേവത ഒരു പ്രശ്നക്കാരനാണ്. ഒരു ദേവതയെ ആചരിച്ചെടുത്താൽ പിന്നീട് നമുക്ക് ബോധമൊക്കെ വന്നിട്ട് ഈ ദേവത ദുരിതമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഒരു 10, 70, 80 വയസ്സൊക്കെ ആകും. ആ സമയത്ത് ഈ ദേവതയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയും. പിന്നെ വളരെ പ്രയാസമാണ് അതിനെ മാറ്റാൻ. ഒന്ന് മൈൻഡ് ഇതുമായിട്ടങ്ങ് അഡിക്റ്റായി കഴിഞ്ഞു. മാറ്റിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നു, കുടുംബത്തിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സംഭവിക്കുന്നുള്ള തോന്നൽ അഡിക്ഷൻ കൊണ്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ദേവത ഒരു പ്രശ്നമാണ്. അപ്പോൾ ദേവതയെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിളായിട്ടുള്ള ദേവതകളെ ഉപയോഗിക്കുക. സാത്വികമായിട്ടും രാജസമായിട്ടും താമസമായിട്ടും ഏതെല്ലാം കുറേശ്ശെ മന്ത്രങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഒരു ദേവതയോടും അഡിക്ഷൻ ഉണ്ടാകില്ല. അഡിക്ഷൻ ഈ ദേവതാസ്മരണത്തിലൊരു വലിയ പ്രശ്നമാണ്. ഈ ദേവതകളൊന്നും സത്യമല്ലെന്ന് ഓർക്കണം. നമ്മുടെ മനസ്സുണ്ടാക്കാൻ പോവുകയാണ് ഓരോ ദേവതകൾ. അത് മൾട്ടിപ്പിളായിട്ടുണ്ടാക്കിയാൽ ഒന്നിലും കയറി പറ്റിപ്പിടിക്കത്തില്ല. കുറേ ഗണപതി ഇത് ചൊല്ലി, കുറേ ശിവൻ്റെ ചൊല്ലി, കുറേ വിഷ്ണുവിൻ്റെ ചൊല്ലി, കുറേ ഇങ്ങനെ ചൊല്ലി അങ്ങനെ ചെയ്ത് ഒന്നിനോടും അഡിക്ഷൻ കൊടുക്കാതെ നമ്പർ ഓഫ് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ എണ്ണങ്ങളും ഒക്കെ നിജപ്പെടുത്തുക. ഒരു പ്രത്യേക രീതിയിൽ നിജപ്പെടുത്തുക. നമുക്കത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് നിജപ്പെടുത്താൻ പറ്റും. ഞാൻ ഇന്നത് ജപിക്കുന്നത് ഇന്നതിന് വേണ്ടി മാത്രമാണ്, അതിനപ്പുറം എനിക്ക് ഇയാളൊന്നും ചെയ്തു തരണ്ട. ഞാൻ ഇന്നത് ചെയ്യുന്നത് ഇതിന്നതിന് വേണ്ടി മാത്രമാണ്, അതിനപ്പുറം ഇയാളൊന്നും എനിക്ക് ചെയ്യേണ്ട. എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ചെയ്തോളാം. അത് പ്രാണായാമാദി ധ്യാനാദി കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. ദേവതകൾ ഒരിക്കലും നമുക്ക് ഗുണം തരും. അത് ദേവതകൾ എന്ന് പറഞ്ഞ ഒരു സാധനം ഉപരി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദേവതകളുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതൊന്നുമല്ല നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതൊന്നുമല്ല. ഈ ഉപരിയുള്ള ദേവതകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നുമല്ല നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ദേവതകൾ. നമ്മളിപ്പോൾ ഒരു ഗുരു പറഞ്ഞു തരുന്ന ആ മന്ത്രങ്ങൾ ചൊല്ലി ആ തരത്തിലുള്ള ഒരു ദേവതയെ നമ്മുടെ മനസ്സിൽ കൽപ്പിക്കുകയാണ്. ആ കൽപ്പിച്ചാണ് ആ ദേവതയാണ് ശരിക്കും നമുക്ക് പിന്നെ വേണ്ടത് ചെയ്തു തരുന്നത്. അത് കുറേ കഴിയുമ്പോഴാണ് അത് അഡിക്ഷനായി മാറും. അഡിക്ഷനായി മാറുമ്പോൾ നമ്മൾ വേറൊരു ദേവതയെ തൊഴുതാൽ നമ്മുടെ മനസ്സ് പറയാതെ വേണ്ടായിരുന്നു, പ്രശ്നമാവൂ എന്നും പറഞ്ഞാൽ വൈകുന്നേരം വരെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം ഇയാൾക്ക് സാധനയിലോട്ട് ക്രമത്തിലോട്ട് കിടക്കുമ്പോൾ ഇയാൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. മറ്റേ ചെയ്തുകൊണ്ടാകും, പ്രശ്നമായല്ലോ. പിറ്റേന്നേക്കൊരു പനിയും പിടിച്ചു. അതിൻ്റെ തന്നെ. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ അവസാനം അവതാളത്തിലാകും എല്ലാം കൂടി. അപ്പോൾ അതുകൊണ്ട് ദേവതാ വിഷയത്തിൽ കൂടുതൽ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പോകാറില്ല, ദേവതാ വിഷയത്തിൽ കൂടുതൽ പോകാറില്ല. ഞാൻ പരമാത്മ രൂപത്തിൽ മാത്രമേ ഒന്നാമത് ഞാൻ അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ലയിച്ചിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുള്ളത് കൊണ്ട് ആ വിഷയത്തിൽ മാത്രമേ ഞാൻ സാധനങ്ങൾ ചെയ്യത്തുള്ളൂ. ഏത് ചെയ്താലും ഞാൻ അതാണ് എന്ന് സങ്കല്പിച്ചേ ചെയ്യുള്ളൂ. അതാണ് എന്ന് സങ്കല്പിക്കുക, അല്ലാതെ വേറൊരു രൂപത്തിലോ ഭാവത്തിലോ ഞാൻ ചെയ്യത്തില്ല. ഇപ്പോൾ ഗായത്രി ജപിച്ചാലും എനിക്ക് അത് മാത്രമാണ് എൻ്റെ ദേവൻ. നമശിവായം ജപിച്ചു, അത് മാത്രമാണ് എൻ്റെ ദേവൻ. അഷ്ടാക്ഷരി ജപിച്ചു, അത് മാത്രമാണ് എൻ്റെ ദേവൻ. പുരുഷസൂക്തം ജപിച്ചു, അത് മാത്രമാണ് എൻ്റെ ദേവൻ. അത് ജപിക്കുന്ന മന്ത്രം ഏതോ ആയിക്കോട്ടെ, അത് തന്നെയാണ് എൻ്റെ ദേവൻ. അത് മനസ്സ് ഉറപ്പിക്കാൻ ഒരു മന്ത്രം എനിക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പതറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു മന്ത്രത്തിൽ ബേസ് ചെയ്ത് അല്ലാതെയും ചെയ്യാൻ പറ്റും. എനിക്കിപ്പോഴൊക്കെ ഇല്ലാതെയും ചെയ്തപ്പോൾ മന്ത്രം എനിക്കൊരു ഒരു ആവശ്യമില്ലാത്ത സാധനമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ചെയ്യുന്നതാണ് കുറേ കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കും. അതായും പറയാം, ധ്യാനത്തിൽ മുഴുകാൻ വളരെ പ്രയാസമാണ്. അതിന് വരെ നമ്മൾ ഇതുപോലെ, പക്ഷേ ഇതിനകത്ത് വല്ലതും ഉണ്ടെന്ന് ആദ്യമേ വിചാരിക്കരുത്. ഇതിനകത്ത് ഒന്നുമില്ല, നമ്മൾ ഉണ്ടാക്കിയത് മാത്രമാണ്. നമ്മൾ ചീനി അല്ലെങ്കിൽ മരച്ചീനി അല്ലെങ്കിൽ ചേമ്പ് അല്ലെങ്കിൽ കാച്ചിൽ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇതൊരു ദേവനെ നമ്മൾ ഉണ്ടാക്കിയെന്ന് ആദ്യം മനസ്സിന് കൽപ്പന കൊടുക്കണം. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഇല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നർത്ഥമില്ല. ഇനി ഈ വെണ്ടയ്ക്കായും ഈ മരച്ചീനിയും നെല്ലുമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ ദേവതകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. നമ്മളെ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. ഈ ദേവതയെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ നല്ല പ്രാണൻ നമുക്കുണ്ടെങ്കിൽ ഇതുങ്ങൾ വലിച്ചു കൂറ്റിക്കൊണ്ട് പോക്കളയും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നല്ല പ്രാണൻ നമുക്കുണ്ടാകാൻ, നമ്മൾ പറഞ്ഞല്ലോ,
ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അറിയാതെ ഉള്ളിൽ കയറുന്ന ഒരു എനർജിയുണ്ട്. ഈ എനർജി ഉള്ളവരിലേക്കാണ് ഈ ദേവതയ്ക്ക് കൂടുതൽ നോട്ടം. അപ്പോൾ അതിൻ്റെ അറിയണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ, മിക്കവാറും ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും 2 ദിവസത്തേക്കായി എണ്ണിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് എണ്ണിക്കാൻ പറ്റില്ല, ഞാൻ അവിടെ പോകാറുമില്ല. 2 ദിവസത്തേക്ക് എണ്ണിക്കാറില്ല, ചിലപ്പോൾ 2-3 ദിവസം കടന്നു പോകും. ഉള്ള ഊർജം മുഴുവൻ പോകും. അപ്പോൾ ഊർജം പോകാന്ന് വെച്ചാൽ ഈ എനർജി അല്ല, ഈ ബൈസെപ്സിൻ്റെയും ട്രൈസെപ്സിൻ്റെ എനർജി അല്ല, നമ്മളുടെ ആത്മാവിനൊരു ഊർജ്ജമുണ്ട്, ആ ഊർജ്ജം നഷ്ടപ്പെടും. ഇതെവിടെ പോയാലും ഈ ചിലർക്ക് ഈ മരിച്ച വീട്ടിൽ അല്ലെങ്കിൽ ഈ ശവ ദഹിപ്പിക്കുന്നിടത്ത് കാശിയിലെ പോലെടുത്ത് പോയാൽ വലിയ ഊർജ്ജം നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇതേ അവസ്ഥയാണ് എന്നെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിൽ പോയാൽ. ഞാനതുകൊണ്ട് പോകാറില്ല എത്രയോ നാളുകളായി. ആകെപ്പാടെ ഹിമാലയത്തിൽ അത് അവിടെങ്ങും തൊഴാനല്ല പോകുന്നത്, നാട് കാണാനും ചുമ്മാ ഒന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ മാത്രമേ ഞാൻ കേദാറിൽ തൊഴുതുള്ളൂ. ആ തൊഴുതെന്ന് പറയുന്നത് 8 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൂ വിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി. അതേ പോയി കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു. ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ചു. അവിടെ കിടന്ന് 2 മണിക്കൂർ സമാധിയിൽ. അത് കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് കാല് മുട്ട് നടക്കുമ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഈ വെള്ളം അടിച്ചു വരും നടക്കത്തില്ലേ, അതുപോലെ ഞാൻ ഇങ്ങനെ വേച്ച് പോകും. അത് അവിടെ വെച്ച് കേദാറിൽ വെച്ച് പറ്റിയതാണ്. അപ്പോൾ പെട്ടെന്ന് എണ്ണിപ്പിച്ചപ്പോൾ എനിക്ക് ഇവിടെ ബലമില്ലാതായി. ആ ബലമില്ലായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ നടന്നു വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ കടിച്ചു പിടിച്ചാണ് ഒരാൾ കണ്ടാൽ വെള്ളം മദ്യപിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി നടക്കാൻ പറ്റില്ല. അത് അവിടെ വെച്ച് ശിവൻ എനിക്ക് തന്നതെന്ന് വേണം പറയാൻ. പിന്നെ ഇറങ്ങി വന്നപ്പോഴും അദ്ദേഹത്തെ കാണാൻ പറ്റി, പാർവതിയും കാണാൻ പറ്റി. അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് കൽപ്പിക്കുന്നില്ല, ഇതൊക്കെ എൻറ്റൈറ്റീസാണ്. ഇതിനൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ കൽപ്പിക്കുന്നില്ല.